WCCയുടെ പ്രതികരണമാണ് ആദ്യം ലഭിക്കേണ്ടത്. WCC ആണ് ഈ വിഷയം ആവർത്തിച്ചാവശ്യപ്പെട്ടിരുന്നത്. WCC പ്രതിനിധി ദീദി ദാമോദരൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ദീദി, ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളതാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. ജൂലൈ 25-നകം വിവരങ്ങൾ കൈമാറണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഈ വാർത്തയോട് എങ്ങനെയാണ് WCC പ്രതികരിക്കുന്നത്? അത് നമ്മൾ കുറെ കാലമായിട്ട് ആവശ്യപ്പെട്ടിരുന്ന കാര്യം തന്നെയാണ്. ആൾക്കാരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെ അതിൽ പുറത്തു വരേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ഭയങ്കരമായിട്ട് സൈഡ് ലൈൻ ചെയ്തു എന്നുള്ളതിൽ കടുത്ത നിരാശ ഉണ്ടായിരുന്നു നമുക്ക്. ഏതായാലും അത് പുറത്തു വരും, പാർഷ്യലി ആയിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ റിസർവ് ചെയ്തുകൊണ്ട് തന്നെ അത് പുറത്തു വരുമെന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഉത്തരവ് പൂർണ്ണമായും നടപ്പാക്കിയെന്ന് ഗവൺമെന്റ് സെക്രട്ടറി ഉറപ്പാക്കണമെന്നും ഈ ഉത്തരവിലുണ്ട്. എന്താണ് നിലവിൽ നിങ്ങളുടെ ഒരു മനസ്സിലാക്കൽ? ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ് എന്ന് പൂർണ്ണമായും അറിഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങളുടെ അടക്കം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണല്ലോ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനകം നടപ്പായിരിക്കുന്നത് സിനിമാ മേഖലയിൽ? നമ്മൾ സിനിമ പോളിസി എന്ന് പറഞ്ഞ് പുറത്തു വരുന്നതിൽ എപ്പോഴും അതിൽ പണിയെടുക്കുന്ന സ്ത്രീകളുടെ കാര്യം പരാമർശമായിട്ട് പോലും വരാറില്ല. അപ്പം സ്ത്രീകളുടെ മാത്രം കാര്യത്തിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അതിനൊരു റിപ്പോർട്ട്, അതിന് ഇത്രയും നമ്മളുടെ ടാക്സ് മണി ചെലവാക്കിക്കൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി കൂടുകയും അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് WCC എന്നല്ല, ഇവിടെയുള്ള ടാക്സ് പേ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും അവകാശമാണ് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അത് അങ്ങനെ മാറ്റി നിർത്താൻ, അതായത് അതിനെ ഒതുക്കി നിർത്താനൊന്നും പറ്റില്ല. അതെന്തായാലും പുറത്തു വരേണ്ടത് തന്നെയാണ്. അതുകൊണ്ടെങ്കിലും കാര്യങ്ങൾ ഇത്രയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും സിനിമയ്ക്കകത്ത് എന്ന് വെച്ചാൽ ലൊക്കേഷനിൽ പോലും ഇപ്പോഴും IC ഇല്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. നെയിംസേക്ക് ആയിട്ടാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത് പല സ്ഥലത്തും. അപ്പോൾ ഇത് പല നിലയ്ക്കും ഇത് സ്ത്രീകൾക്ക്, സിനിമയിൽ ജോലിയെടുക്കുന്ന സ്ത്രീകൾക്ക് ഒക്കെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഈ ഹേമ കമ്മീഷൻ അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതുമാണ്. ഈ ഹേമ കമ്മീഷനിൽ അംഗമായിരുന്നവർ നടി ശാരദയും മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരിയുമായിരുന്നല്ലോ. ഇപ്പോൾ അതിനോടൊക്കെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവരുടെയൊക്കെ പ്രതികരണം നമ്മൾ ഒരു ഘട്ടത്തിൽ കണ്ടതാണ്. ഈ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇവരൊക്കെ ചേർത്താണോ ഈ കമ്മീഷൻ ഉണ്ടാക്കേണ്ടിയിരുന്നത് എന്നൊരു സംശയമുണ്ടോ? അതിപ്പോൾ എല്ലാ കമ്മീഷനെ പറ്റിയിട്ടും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവും. പക്ഷെ അതിലൊന്നും അത് ഇപ്പം ഇത്രയും ഈ വൈകിയ വേളയിൽ അതിനൊന്നും പറ്റി നമ്മൾ കമന്റ് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. പക്ഷെ അവർ എന്താണോ അവരുടെ ഒബ്സർവേഷൻ അത് പുറത്തു വരേണ്ടതില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് അടുത്ത അനീതി ഉണ്ടായിരുന്നത്. അത് എന്ത് തന്നെയാണെങ്കിലും അത് പുറത്തു വന്നാലാണല്ലോ യോജിക്കുകയോ വിയോജിക്കുകയോ അതിൻ്റെ മേലെ റിവിഷൻ വേണമെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്യാം. അപ്പം അങ്ങനെ ഒരു കാര്യം പുറത്തു വരേണ്ടതില്ല എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിരുന്നു. പുറത്തു വന്നു എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും പോസിറ്റീവായിട്ട് കാണുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ ഇനിയും വളരെ വിജിലന്റ് ആയിരിക്കണം, സൂക്ഷ്മതയോടെ വേണം കാര്യങ്ങൾ നടത്താൻ. പക്ഷേ ഒരു കാര്യം കൂടി, ഈ പുറത്തു വിടുമ്പോൾ അവ റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്നതാകരുത് എന്ന് പറയുന്നു. പക്ഷേ ആരോപണങ്ങൾ, പ്രധാനപ്പെട്ട പല താരങ്ങൾക്കെതിരെയുമുള്ള ആരോപണങ്ങൾ അടക്കം ഈ റിപ്പോർട്ടിലുണ്ട് എന്നതാണ് നമ്മൾ പുറത്തേക്ക് അറിഞ്ഞിരുന്ന കാര്യം. അപ്പോൾ ഇതെങ്ങനെയാണ് അത് മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ആകെ കൂടി എല്ലാവരെയും കൂടി ആരോപിക്കുന്ന രൂപത്തിലാകാനും പറ്റില്ലല്ലോ. അപ്പോൾ അത് എങ്ങനെയാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയല്ല, അതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചർച്ചയ്ക്ക് വന്നിരുന്നു. ഉദാഹരണത്തിന് ഞാൻ അതിൻ്റെ അകത്ത് സംസാരിച്ചത് ഏതെങ്കിലും ആൾക്കാർക്കെതിരല്ല, എങ്ങനെയാണ് ഇതിവൃത്തം സ്ത്രീവിരുദ്ധമാവുന്നത് എന്നുള്ളതിനെ പറ്റിയായിരുന്നു. അതിൽ ഏത് തരം ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണം എന്നുള്ള കാര്യമായിരുന്നു. അതൊന്നും പുറത്തു വരേണ്ടതില്ല എന്ന് പറഞ്ഞതായിരുന്നു അതിൽ വിഷമം പിടിപ്പിക്കുന്ന കാര്യം. എത്ര ഭാഗം പുറത്തു വരും, അതിലേതൊക്കെ നമുക്ക് സ്വീകരിക്കാം, അത് അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് ഓപ്പൺ ടു ക്രിറ്റിസിസം. നമുക്ക് ഇനിയും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനെങ്കിലും ഒരു അവസരം ഉണ്ടായി എന്ന് അതിനെ കാണുന്നുള്ളൂ. അതതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ വിചാരിക്കുന്നില്ല. ഇത് അതിൻ്റെ ബി ഓൾ ആൻഡ് എൻഡ് ഓൾ ആണ് എന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ അത് ചർച്ചയ്ക്കെങ്കിലും അത് ഓപ്പൺ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞത്. അതിൻ്റെ അവസാന വാക്കായിട്ട് പറയുന്നില്ല. ശരി, വളരെ നന്ദി.